വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS രണ്ടക്ഷരത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ വികാരമായി മാറിയ VS അച്യുതാനന്ദൻ വിട പറഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായും വിട പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ, നമ്മൾ ഇന്നലെ കണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തപ്പോൾ മുതൽ ജനസാഗരം തന്നെയായിരുന്നു തലസ്ഥാനത്ത് നമ്മൾ ഇന്നലെ കണ്ടത്. അത്രമാത്രം ജനങ്ങളുടെ മനസ്സിൽ, പാർട്ടി പ്രവർത്തകരുടെ മനസ്സിലൊക്കെ VS എന്ന രണ്ടക്ഷരം വലിയ ഉയർന്നു നിൽക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിനിടയ്ക്കും ചില ആളുകൾ കുത്തിത്തിരിപ്പുമായി രംഗത്തെത്താറുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഇതുപോലെ ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് സിനിമാ നടനായ വിനായകൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് പലരും മറന്നു കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ആരാണ് ഉമ്മൻചാണ്ടി? എന്തിനാണോ 3 ദിവസമൊക്കെ നിർത്തിയിട്ട് പോ പത്രക്കാരെ? ഉമ്മൻചാണ്ടി ചത്ത്, അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ അച്ഛനും ചത്തു, നിങ്ങളുടെ അച്ഛനും ചത്തു, അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം? നല്ലവനാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും ഞാൻ വിചാരിക്കില്ല. കരുണാകരന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാൾ ആരൊക്കെയാണെന്ന്, എങ്ങനെയാണ് എന്ന് വിനായകൻ ആക്ഷേപിച്ച് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ വിനായകൻ അച്ഛനും അപ്പൂപ്പനും ഒന്നും ചത്തില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. സ്വാഭാവികമാണ്. ഉമ്മൻചാണ്ടി ചത്തു, എൻ്റെ അച്ഛനും ചത്തു, നിങ്ങളുടെ അച്ഛനും ചത്തു എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായി ഇപ്പോഴും ആ ചോദ്യം ചോദിക്കണ്ടേ? കാരണം അതിലും വലിയ രീതിയിൽ അന്ന് ഉമ്മൻചാണ്ടിക്കൊപ്പോൾ ജനങ്ങളായിരുന്നു. ജനങ്ങളുടെ കുഞ്ഞുകുഞ്ഞിനെ യാത്രയാക്കാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചപ്പോൾ ഇവിടെ പാർട്ടി പ്രവർത്തകരും ജനങ്ങളും ഒരുമിച്ച് നിൽക്കുകയാണ്. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന VSനെ യാത്രയാക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരെയും ജനങ്ങളെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനിടയ്ക്ക് കുത്തിത്തിരിപ്പുമായി ഇറങ്ങുന്ന കുറച്ച് പേരുണ്ട് എന്ന് ഞാൻ പ്രേക്ഷകരോട് നേരത്തെ തന്നെ സൂചിപ്പിച്ചു. അവരുടെ കുറച്ച് കമൻറ്റുകൾ നമുക്ക് ആദ്യം വായിക്കാം. അവരുടെയൊക്കെ ID കൊടുത്ത് തന്നെയാണ് ഞങ്ങൾ ആ കമൻറ്റ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇനി ഈ കമൻറ്റ് VSനെതിരെ എന്തിനാണ് ഈ സുഡാപ്പികൾ ഇടുന്നത് എന്ന് ചോദിച്ചാൽ, PFIയുമായി ബന്ധപ്പെട്ട VS പറഞ്ഞ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാചകങ്ങൾ, കുറച്ച് കാര്യങ്ങൾ, അതാണ് ഇവരെയൊക്കെ VS വിടവാങ്ങിയപ്പോൾ ചൊടിപ്പിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ആ VS അന്ന് പറഞ്ഞത് എന്താണെന്നും ഇവിടെ കേൾപ്പിക്കുന്നുണ്ട്. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ, കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. ഇപ്പോൾ ഒരു കമന്റ് ഇങ്ങനെയാണ്: ഇന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും നിരവധി കുടുംബങ്ങൾ തകരുവാനും ചെറുപ്പക്കാർ ജയിലിലാകാനും കേരള സ്റ്റോറി സിനിമ പുറത്തിറങ്ങാനും എല്ലാം കാരണമായ ലവ് ജിഹാദ് ക്യാമ്പയിനിങ്ങിന് ഔദ്യോഗിക സാധൂകരണം കൊടുക്കുകയും ഭീമാപള്ളി വെടിവയ്പ് ഉത്തരവാദികൾക്കെതിരെ ഉത്തരവാദികളായവരെ സംരക്ഷിക്കുകയും ചെയ്ത മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ മരണപ്പെട്ടു. മരണം ആരെയും വിശുദ്ധനാക്കുന്നില്ല. മലപ്പുറത്തെക്കുറിച്ച് ഇത്രയും വർഗീയത പറഞ്ഞ മറ്റൊരു നേതാവില്ല. അങ്ങനെ ആ ഐസ്ക്രീം അലിഞ്ഞുപോയി. വെള്ളാപ്പള്ളിയെ പോലെ കമ്മ്യൂണിസ്റ്റ് സംഘപരിവാർ മുസ്ലിം വിരോധികൾ മരുന്നിട്ട് കൊടുത്ത മലപ്പുറം ജില്ലയും മുസ്ലിം സമൂഹത്തെയും താറടിച്ച് നടന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് VS അച്യുതാനന്ദൻ ആദരാഞ്ജലികൾ. അച്യുതാനന്ദൻ എന്നല്ല പറയുന്നത്. വെള്ളാപ്പള്ളിക്ക് വർഗീയത ഛർദ്ദിക്കാൻ അവസരം കൊടുത്ത VS ആദരാഞ്ജലികൾ. മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല. വിഷം ചീറ്റിയത് ഒന്നും ആരും മറക്കില്ല. ആർക്കും ഒരു പ്രശ്നമില്ല. ഇത് വല്ല മുസ്ലിം ആഘോഷങ്ങൾക്കോ പെരുന്നാളിനോ വേണ്ടി ചോദിക്കണമായിരുന്നു. എന്തൊക്കെ പുകില് കാണേണ്ടി വരുമായിരുന്നു. ജീവിതകാലം വിളമ്പിയതൊക്കെയും ഇവിടെ ബാക്കി വെച്ച് വിടവാങ്ങിയാൽ മുറിവേറ്റ മതേതര മനസ്സിന്റെ കോണിൽ ഓർമ്മകൾ ഉണ്ടാക്കുന്ന കാലത്തോളം ഒരു മരണവും ആരെയും വിശുദ്ധനാക്കാൻ കഴിയില്ല. മുറിവുകൾ ഉണക്കാതെ വിടവാങ്ങുമ്പോൾ ആ മുറിവുകൾ ഇവിടെ പഴുത്തുകൊണ്ട് വെള്ളാപ്പള്ളിമാരായി ജീവിക്കുന്ന കാലത്തോളം മറവികളില്ല. ഗുരുതരമായ പല മുസ്ലിം വിരുദ്ധ വംശീയ നുണപ്രചരണത്തിലും മോദിയും യോഗിയും മുതൽ വിജയനും വെള്ളാപ്പള്ളിയും വരെയുള്ള സകല ഇസ്ലാമോഫോബികൾക്കും ശക്തമായ റഫറൻസായി പരിലസിച്ച മഹാനായിരുന്നു വെള്ളാപ്പള്ളി. ഇന്നലെ തന്റെ കൊടിയ വംശീയ നുണകൾക്ക് പോലും റഫറൻസായി ഉദ്ധരിച്ചത് ഇദ്ദേഹത്തെയായിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ സ്റ്റേറ്റ് സ്പോൺസേർഡ് കൂട്ടക്കൊല ഭീമാപള്ളി വെടിവയ്പ് നടന്നതും ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു. ലവ് ജിഹാദ് എന്ന സൃഷ്ടിയുടെ പിതാവ് ചത്തു. വർഗീയവാദിയുടെ ഈ വാക്കുകളിൽ
ഈ നിമിഷവും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മുസ്ലിം ചെറുപ്പക്കാരെ കൊല ചെയ്യപ്പെടുകയാണ് RSS തീവ്രവാദികൾ. വർഗീയ വിഷവിത്ത കേരള മണ്ണിൽ വിതറി മണ്ണടിഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അയാളെ വെളുപ്പിക്കാം. പക്ഷേ ഭീമാപള്ളി വെടിവയ്പ്, മലപ്പുറത്തെ കുട്ടികളുടെ കോപ്പിയടി, പാണക്കാട് തങ്ങളുടെ വീട്ടിലെ റെയ്ഡ്, ലവ് ജിഹാദ്, 20 വർഷത്തിന് ശേഷം കേരളം മുസ്ലിങ്ങൾ ഭൂരിപക്ഷ പ്രദേശമാക്കാൻ അഹമ്മദ് സാഹിബിന്റെ മന്ത്രിപദം, മതേതര ഇന്ത്യയുടെ ചങ്കിനേറ്റ കുത്ത് തുടങ്ങി മുസ്ലിം വംശപരിയുടെ ഒരു റഫറൻസ് തന്നെ തുറന്നിട്ട വർഗീയവാദിയുടെ വിഷം തീണ്ടിയ സമുദായം അയാളെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും മറക്കില്ല, പൊറുക്കില്ല. കാരണം അത്ര ഭീകരമായിരുന്നു അയാളുടെ ആഞ്ഞുകൊത്തൽ. ഇങ്ങനെയാണ് VS-നെതിരെ വർഗീയ വിഷം സുഡാപ്പികൾ, അങ്ങനെ തന്നെ പറയണം. മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല, ശരിയാണ്. പക്ഷേ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ്, വ്യക്തമാണെങ്കിൽ അത് ഭയപ്പെടാതെ പറയാൻ കഴിയുന്ന ചുരുക്കം ചില നേതാക്കളിൽ ഒരാളായിരുന്നു VS അച്യുതാനന്ദൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നിലപാടുകൾ കൃത്യമായും വ്യക്തമായും പറയാൻ, ധൈര്യപൂർവ്വം പറയാൻ. അതായത് PFI ഒക്കെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കി ഈ പോക്ക് പോവുകയാണെങ്കിൽ 2040 കേരളം മുസ്ലിം രാഷ്ട്രമായി മാറും, അല്ലെങ്കിൽ കേരളം മുസ്ലിം ആയിരിക്കും ഭരിക്കുന്നത് എന്ന് പറയാൻ ധൈര്യം കാണിച്ച, കൃത്യമായി അതിനെ ചൂണ്ടിക്കാട്ടിയ നേതാവ്. സ്വാഭാവികമായും ആ നേതാവ് മരിക്കുമ്പോൾ സുഡാപ്പികൾക്കുണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു ഹാലിളക്കം, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കേണ്ടല്ലോ. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട PC ജോർജ് ഒരു VS-ന്റെ മരണവുമായി ബന്ധപ്പെട്ട PC ജോർജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിനൊക്കെ ഉള്ള കൃത്യമായ മറുപടിയാണ് PC-യുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ ഇനിയില്ല. VS എന്ന രണ്ടക്ഷരത്തെ എൻ്റെ കാലത്തോളം എനിക്ക് ഓർമ്മിക്കുവാൻ ഒരേ ഒരു കാരണം മതി. മുന്നണികളെല്ലാം എന്നെ ഒറ്റപ്പെടുത്തി ഞാൻ ഒറ്റയ്ക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 2016. കണ്ണേ കരളെ VS-എ വിളികൾക്കിടയിലൂടെ പൂഞ്ഞാറിലെ ഇടത് കൺവെൻഷനിൽ പ്രസംഗിക്കുവാനെത്തുന്ന VS. എനിക്കെതിരെ VS ഘോരഘോരം പ്രസംഗിക്കും എന്ന ധാരണയിൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്ത ചാനലുകൾ. സ്റ്റേജിൽ കയറിയ VS ഒറ്റവരി പ്രസംഗത്തിൽ നിർത്തി വേദി വിട്ടു. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രചരണം നടത്താനാണ് വന്നതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം മതികൊട്ടാൻചോലയിലും മൂന്നാറിലും അദ്ദേഹത്തോടൊപ്പം കാട് കയറിയ വിഭാഗീയതയുടെ കാലത്ത് അദ്ദേഹത്തോടൊപ്പം നിലകൊണ്ട പ്രിയ ശിഷ്യന് വേണ്ടിയല്ലാതെ ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം വോട്ട് ചോദിക്കുക? അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞ ഇടതു പ്രവർത്തകർ എനിക്ക് വോട്ട് നൽകി. LDF സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച ക്യാഷ് പോയ അവസ്ഥയുണ്ടായി. കേരളം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവും വിപ്ലവകാരിയും ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവുമായിരുന്നു VS എന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല. ഇന്ന് കേരളത്തിൽ ആഴത്തിൽ വേരൂന്നിയ തീവ്ര നിലപാടുകാരെക്കുറിച്ചും അവരുടെ പദ്ധതികളെക്കുറിച്ചും 1.5 പതിറ്റാണ്ട് മുമ്പേ അദ്ദേഹം കേരള സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നതും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ്. ലാൽ സലാം സഖാവേ. ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഈ വേളയിലും ഒന്നു മാത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കണ്ണേ കരളെ VS പറഞ്ഞതൊന്നും മാറിപ്പോയിട്ടില്ല, മാറ്റി പറഞ്ഞിട്ടുമില്ല. എല്ലാം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കാലം ബാക്കി വെച്ച് അങ്ങനെ തന്നെ നിൽപ്പുണ്ട്.